ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽ സമയം നമുക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും വളരെ പ്രത്യാശയോടും വളരെ താഴ്മയോടും കൂടെ ദൈവത്തിലായിരിക്കാൻ ദൈവം ചെയ്ത വൻ കൃപയ്ക്കായി ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പൗലോസും എഫീസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4, 5, 6 തിരുവചനം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾ ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലം മനുഷ്യർക്ക് അറിവായിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാർത്തത്തിലും പങ്കാളികളാകണമെന്നുള്ളത് തന്നെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹത്വത്തിലൊരു നല്ല പിതാവ് നല്ല വചനം തന്നിരിക്കുക. ഈ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ സ്ഥാനത്ത് ഞങ്ങൾക്കുള്ളതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങളത് വായിച്ചാൽ, ഏത് വായിച്ചാൽ? പൗലോസിൻ്റെ മറ്റുള്ള ലേഖനങ്ങൾ വായിച്ചാൽ, അല്ല ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം എന്താ? ഈ മർമ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഉടമ്പടി കാലത്ത് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ തൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതും പുതിയ നിയമസഭയ്ക്ക് തൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തതുമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെയാണ്, അല്ലെ സത്യങ്ങളെയാണ് ദൈവ മർമ്മങ്ങളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ 28-ൽ പരം വിവിധ ദൈവ മർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൽ 20 പൗലോസിൻ്റെ ലേഖനത്തിൽ തന്നെ പൗലോസ് രേഖപ്പെടുത്തില്ല, പൗലോസ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് പൗലോസ് രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കുന്നു. അത് ഞാൻ രണ്ട് മൂന്ന് മർമ്മങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. ഒന്ന്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മം. 2, സഭയും ക്രിസ്തുവും തമ്മിലുള്ള മർമ്മം, ക്രിസ്തുവിൻ്റെ മർമ്മം, തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം, വിശുദ്ധന്മാരുടെ ശരീരത്തിൻ്റെ രൂപാന്തരം സംബന്ധിച്ചുള്ള മർമ്മം. അത് നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണ് അതിനെപ്പറ്റി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അധർമ്മത്തിൻ്റെ മർമ്മം 2 തെസ്സലോനിക്കയിലാണ് 2-ന്റെ 7-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജഡാവതാരം സംബന്ധിച്ച് 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 7 നക്ഷത്രങ്ങളുടെ മർമ്മം വെളിപ്പാട് പുസ്തകം 1-20 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അറിയപ്പെട്ട ദൈവത്തിൻ്റെ മർമ്മം വെളിപ്പാട് പുസ്തകം 10-6 നമുക്ക് കാണുവാൻ സാധിക്കും. മർമ്മം മഹദിയം ബാബിലോൺ വെളിപ്പാട് പുസ്തകം. അങ്ങനെ എല്ലാ ലേഖനങ്ങളിലും എല്ലാ പുതിയ നിയമ പുസ്തകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൻ്റെ മർമ്മമെന്ന് നമ്മൾ, അതായത് ദൈവരാജ്യത്തിൻ്റെ മർമ്മമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? പഴയ ഉടമ്പടിക്കാർക്ക് കിട്ടാത്ത അനേക ദൈവിക മർമ്മങ്ങളുടെ ദൈവം എന്ത് ചെയ്തു? പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളത് വായിച്ചാൽ, ഏത് വായിച്ചാൽ? എൻ്റെ മുമ്പുള്ള ലേഖനങ്ങൾ, അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ലേഖനങ്ങൾ വായിച്ചാൽ എനിക്ക് ആ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള എന്തെങ്കിലും ബോധമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം യഥാർത്ഥ സുവിശേഷം, അല്ല ദാവീദിൻ്റെ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് എന്താ? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ചേർത്ത് യേശു ക്രിസ്തുവിനെ ഓർത്തുള്ളൂ, അതാവുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. എന്നുവെച്ചാൽ സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞത് യഹൂദന്മാരുടെ അടയാളങ്ങൾ അനുസരിച്ച് യവനന്മാർ ജ്ഞാനം അനുസരിച്ച് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം എന്താ? ക്രൂശിലാണ് രക്ഷ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് രക്ഷ. കാരണം എന്താ? സ്വന്തം പുത്രനെ ആദരിക്കാൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ് പിതാവായ. എന്തിനു വേണ്ടിയാ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കും. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ മരിച്ചാലും ജീവിക്കും. അവനെ ഒടുക്കുന്ന നാൾ ദൈവം പുനരുത്ഥാനം, അല്ല ഒടുക്കുന്ന നാൾ അവനെ ദൈവം ഉയർപ്പിക്കുമെന്നത് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം തിരുവചനം അവിടെ നമ്മൾ വായിക്കുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്ന് വെച്ചാൽ മനുഷ്യ മധ്യസ്ഥന്മാരുണ്ട്, മനുഷ്യ ദൈവങ്ങളുണ്ട്, മറ്റുള്ള പലരുമുണ്ട്. ഇതൊന്നും എന്ത് ചെയ്തില്ല, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രം. കാരണം എന്താ, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 2:6 വാക്കുകൾ വായിക്കുമ്പം, ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യ രൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന് അനുസരണമുള്ളവനായിരുന്നു. അതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവമർമ്മം. അതിലൂടെയാണ് സകല മനുഷ്യൻ രക്ഷ. ഇതാ പൗലോസ് പ്രസംഗിക്കുന്ന വിഷയം. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ എന്ത് വേണം? പ്രസംഗിക്കണമെങ്കിൽ എന്ത് വേണം? ആ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ ആളത്വത്തെക്കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിൻ്റെ ജഡാവതാരം, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം, ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണം, വീണ്ടും വരവിനെക്കുറിച്ച് ഒരുമാതിരി നന്നായിട്ട് അറിയാവുന്നതിന് മാത്രമേ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, പഴയ നിയമത്തിലെ കഥകളും ഒക്കെ പറഞ്ഞ് ഇന്ന് അനേക പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്നാൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നതാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ ലേഖനങ്ങൾ വായിച്ച ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം, എനിക്കുള്ള ബോധം, ആ മർമ്മത്തെക്കുറിച്ച് എനിക്കുള്ള ബോധം നിങ്ങൾ ഗ്രഹിക്കാം. അതെന്താ അതിൻ്റെ പ്രത്യേകത എന്താ? അത് പൂർവ്വകാലത്ത് മറഞ്ഞു കിടന്നതാണ്. ഇവിടെ പറയുകയാണ്, അത് ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനെ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർ അറിവായിരുന്നില്ല. ഇപ്പോൾ ഇത് പുതിയ നിയമത്തിൽ പൗലോസിന് മാത്രമല്ല, പത്രോസ്, ഫിലിപ്പോസ്, യോഹന്നാൻ, യാക്കോബ്, മറ്റനേക ശിഷ്യന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി പഠിക്കുമ്പോഴും മറ്റുള്ളവരുടെ ലേഖനം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പൗലോസ് പറയുക, അതോ ആ മർമ്മം എന്താണെന്ന് പൗലോസ് പറയുക, അതോ ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനതയിൽ അല്ലെങ്കിൽ ജാതികളാണ്. യഹൂദൻ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനപ്പെടുകയും പറയുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ ജാതികളാണ്. അപ്പോൾ രക്ഷ യഹൂദന് മാത്രമുള്ളതെന്നൊക്കെയാണ് യഹൂദൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇവിടെ ദൈവം പൗലോസിന് പുതിയ നിയമ സഭയുടെ മർമ്മം പൗലോസിന് വെളിപ്പെടുത്തുമ്പോൾ പൗലോസ് പറയുകയാണ്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ ഏക ശരീരസ്ഥരും അവർ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിനും പങ്കാളികളുമാകണമെന്നുള്ളത്. നമ്മൾ റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള 20 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചത്. അപ്പം അവകാശം മുഴുവൻ യഹൂദനാണെന്ന് പറഞ്ഞ് യഹൂദനിരിക്കുന്നത്. ക്രിസ്തു പോലും അവിടെ അവർ എല്ലാത്തിനും ന്യായപ്രമാണം എല്ലാത്തിനും അവകാശിയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നാൽ ജാതികളായിരിക്കണം, അല്ലെ ജാതി മത ഭേദ വർഗ ലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച് ഏവനും എന്ത് ചെയ്യുക, ക്രിസ്തുവിലൂടെ യഹൂദനുള്ള സകല അവകാശത്തിനും അവർക്കൊരു പ്രത്യേകതയില്ലാതെ സകല ജാതികൾക്കും ആ അവകാശത്തിന് നമ്മെയും കൂട്ടവകാശികളാക്കിയിരിക്കുന്നു എന്നുള്ള മർമ്മ പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ പൗലോസും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ജാതിയെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള വലിയ സത്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹൂദന് എന്തെല്ലാം അവകാശമുണ്ടോ അതിനെല്ലാം നമ്മെ കൂട്ടവകാശികളാക്കിയിരിക്കുക. അടുത്തത് പറയുകയാണ് അതോ ജാതികൾ ക്രിസ്തുവേശു കൂട്ടവകാശി ഏക ശരീരസ്ഥര്. എന്താ ഈ ഏക ശരീരസ്ഥർ എന്ന് പറഞ്ഞാൽ, നമുക്കത് ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? പലരായ നാം ക്രിസ്തു ആകുന്ന സഭയുടെ അല്ലെ ക്രിസ്തു തലയായിരുന്ന സഭയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി തീർത്തിരിക്കുന്നു. പലരായ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയിൽ ഏക ഒന്നായിരിക്കുന്നു. ഒരു അപ്പത്തിൻ്റെ അംശികളായിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തു മാർഗത്തിൻ്റെ പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ജാതിയില്ല, മതമില്ല, ഉയർന്നതില്ല, താഴ്ന്നില്ല, ആണില്ല, പെണ്ണില്ല, ബർബരെന്നില്ല, യഹൂദനെന്നില്ല,
കർത്തവനെന്ന വെളുത്തിൽ ഏതവനും ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും പ്രതി ഏവനും എന്ത് ചെയ്ത് ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുവാനുള്ള അധികാരം കൊടുത്തിട്ട് ആക്കിയിരിക്കുന്നു എന്നുള്ള മർമ്മമാണ് പൗലോസിന് ദൈവം എന്ത് ചെയ്ത് ഇപ്പം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പൗലോസ് പറയുന്നത് ഏക ശരീരസ്ഥരാക്കി തീർത്തിരിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ. നമ്മൾ മുൻപേ നമുക്ക് ദൈവം ഇല്ലാത്തവരായിരുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിൻ്റെ ദൈവം പിശാച, അതിൻ്റെ ഇഷ്ടപ്രകാരം നടന്നവരായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം നമ്മെ എന്ത് വിളിച്ച് വേർതിരിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞ പോലെ അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചു കിടന്ന നമ്മളെയാണ് അവിടെ നിന്ന് വിളിച്ച് തൻ്റെ സഭയുടെ അംഗങ്ങളാക്കിയത്. മൂന്നാമതായിട്ട് പറയുകയാണ് വാഗ്ദത്തത്തിന് പങ്കാളികൾ. എന്താ ഈ വാഗ്ദത്തത്തിന് പറഞ്ഞ വാഗ്ദത്തം മുഴുവൻ യഹൂദനുള്ളതായിട്ട് യഹൂദൻ പറയുന്നത് എന്ന് വെച്ചാൽ ഏതേൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്ക് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം അവിടെ തൊട്ട് പിന്നെ എബ്രാഹാമിലേക്ക് വന്നു. എബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് യഹൂദന്മാരിലൂടെ മുമ്പോട്ട് വന്നത്. പക്ഷേ അപ്പോൾ തന്നെ എബ്രാഹത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സന്തതി മുഖം അല്ലെ കർത്താവായ യേശു ക്രിസ്തു സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് യഹൂദന് മനസ്സിലായില്ല. മാത്രമല്ല നീ ബഹുജാതികൾക്ക് പിതാവ് എന്ന് വെച്ചാൽ യഹൂദന് മാത്രമല്ല മറ്റുള്ള അനേക ജാതികൾക്ക് നീ പിതാവായിരിക്കുമെന്ന് പറഞ്ഞതും യഹൂദന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞതിൻ്റെ വാഗ്ദത്തം മുഴുവൻ ഇവരുടേതാണെന്ന് പറഞ്ഞാൽ ഇരുന്നത്. എന്നാൽ ഇപ്പോൾ പൗലോസും ദൈവം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്താണ്? യഹൂദന് ഒരു പ്രത്യേകതയില്ലാതെ അവർക്ക് എന്തെല്ലാം വാഗ്ദത്തം ഉണ്ടെന്ന് അവർ പറയുന്നു, അതിനെല്ലാം നമ്മയും വാഗ്ദത്തം നമുക്കും ആ വാഗ്ദത്തം പങ്കാളികളാക്കിയിരിക്കുന്നു എന്നുള്ള മർമ്മം പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം നമ്മെ വെളിപ്പറമ്പിലെറിയപ്പെട്ടവരായ നമ്മൾ മുള്ളും പറക്കാരെ മുളച്ചിന് അവസ്ഥയിൽ കിടന്ന് അവിടെ നിന്ന് ദൈവം നമ്മെ വിളിച്ച് ആ യഹൂദൻ്റെ വാഗ്ദത്തം എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാഗ്ദത്തം കാനാൻ ദേശമാണ്. പുതിയ നിയമസഭയുടെ വാഗ്ദത്തം സിയോനാണ്, സ്വർഗമാണ്. അത് യഹൂദിൻ്റെ വാഗ്ദത്തമൊക്കെ നിറവേറുന്നത് സഹസ്രാബ്ദി യുഗത്തിലാണ്, കർത്താവിൻ്റെ 1000-ാം ആണ്ട് വാഴ്ചയിൽ. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വന്ന ഓരോ വ്യക്തികളുടെ ജാതികളായിരിക്കും ആരെങ്കിലും ആയിട്ട് ഓരോരുത്തരുടെയും പ്രത്യേകത എന്താ? അവരിപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്ത് ചെയ്യാം? അവർ കർത്താവിൻ്റെ മണവാട്ടിയായി തീർന്ന് ക്രിസ്തുവിനോട് ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് തിരുവചനം നമ്മോട് പറയുന്നു. അപ്പോൾ അങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമ്മൾ ജാതികൾക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള മർമ്മമാണ് പൗലോസിന് വെളിപ്പെടുത്തുന്നത്. എന്ന് വെച്ച് പറഞ്ഞാൽ സഭ എന്ന വലിയ മർമ്മം ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഇതെവിടെ പറയുന്നത്? അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ദൈവം നമുക്ക് ചെയ്ത നന്മകൾ എത്രമാത്രം. ജാതികളായാലും നമ്മെ വിളിച്ച് അവൻ്റെ യഹൂദനോട് കൂട്ടവകാശിയായി ഏക ശരീരസ്ഥരാക്കി അപ്പോൾ തന്നെ ആ വാർത്തയിൽ പങ്കാളികളാക്കി. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കത് യോബേൽ പുസ്തകത്തിൽ അവിടെ പറയും അന്ത്യകാല സകല ജഡത്തിനും വേണ്ടി ആത്മാവിനെ 2-ാം അധ്യായം 28-ാം വാക്കിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന അതിനുശേഷം സകല ജഡത്തിനും വേണ്ടി ആത്മാവിനെ പകരുമെന്ന് പ്രവാചകന്മാരുടെ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? നമുക്ക് തന്നു. അപ്പസ്തോല പ്രവൃത്തി നമ്മൾ 2-ാം അധ്യായം 29-ാം വാക്കിൽ വരുമ്പോൾ അവിടെ പൗലോസ് ഏറ്റെടുത്ത് പറയുകയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ദൈവം വിളിച്ചത് ഏവർക്കും ഉള്ളവരല്ലോ എന്നും. അപ്പോൾ യഹൂദനെ ശരിക്കും പരിശുദ്ധാത്മാവ് കിട്ടേണ്ടത് വാഗ്ദപ്രകാരം. എന്നാൽ നമ്മളെ എന്ത് ചെയ്യും? നമുക്കും ആ പരിശുദ്ധാത്മാവിനെ തന്ന് പരിശുദ്ധാത്മാവിനെ നിറച്ച് ആത്മാവിനാൽ മാത്രം നമുക്ക് പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നു, അവനെ ക്രിസ്തുവിനെ മരിച്ചതിന് ഉറപ്പിച്ച് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ ആ ആത്മാവ് കൊണ്ട് നമ്മെ ഉയർപ്പിക്കുകയുള്ളൂ, നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മളെ ആ വാർത്തത്തിനെല്ലാം നമ്മെ പങ്കാളികളായതോർത്ത് നമ്മുടെ ദൈവത്തിന് നമ്മൾ സ്തോത്രം. യഹൂദന് ഒരു വ്യത്യാസവുമില്ല, അവരെക്കാൾ ശ്രേഷ്ഠമായി പുതിയ നിയമ സഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള മർമ്മം പൗലോസ് വെളിപ്പെടുത്തുക. ആ വചനത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ വരവായിട്ട് അതിനായി നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം മാനിക്കുമാറാകട്ടെ. ആമേൻ.